വരുമ്പോ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുന്നതിന്റെ കാരണം ഈ മണ്ഡലത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഇവിടെ കയറുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ കാണുന്നത് VT സൂരജ് എന്ന യുവ പോരാളിയുടെ ഫ്ലക്സ് ബോർഡുകളാണ്. ഈ ചെറുപ്പത്തിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, കോഴിക്കോട്ടെ തെരുവോരങ്ങളിൽ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തിനിരയായി ഒരു നാട്ടിൻപുറത്തെ സാധാരണക്കാരന്റെ മകൻ ഈ രാഷ്ട്രീയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ബാലുശ്ശേരി പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിന് സൂരജ് നേതൃത്വം നൽകുമ്പോ അതിന്റെ തൊട്ട് മുമ്പ് അപ്പുറത്ത് ഞാൻ കാണുന്നത് ആരാ? അപ്പുറത്ത് ഞാൻ കാണുന്നത് ഫാത്തിമ തഹ്ലിയ എന്ന പോരാളിയാണ് പേരാമ്പ്രയുടെ മണ്ണിൽ ഞാൻ കാണുന്നത്. കുറച്ചപ്പുറത്തേക്ക് പോയാൽ ഫാത്തിമ തഹ്ലിയുടെ ബോർഡുകൾ നിങ്ങൾക്ക് കാണാം, അവിടെ പ്രചരണം നിങ്ങൾക്ക് കാണാം. ഈ നാട്ടിലെ അടുത്ത തലമുറക്ക് വേണ്ടതിനെ നേടിയെടുക്കാൻ കെൽപ്പുള്ളൊരു യുവസാരഥി. പിന്നെയും ദൂരം മുന്നോട്ട് പോയാൽ തിരുവനന്തപുരത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ, തിരുവനന്തപുരത്തിന്റെ അസംബ്ലിയുടെ മുമ്പിൽ ഗവൺമെന്റിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്നതിന് PK ഫിറോസോടൊപ്പമൊക്കെ പോരാടി തെരുവിൽ അതിക്രൂരമായ മർദ്ദനത്തിനിരയാണ്ടി വന്നപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയോടെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന KM അഭിജിത്ത് എന്ന യുവ പോരാളി അവിടെ നാദാപുരത്ത് മത്സരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഭിജിത്തും സൂരജും തഹ്ലിയയും PK ഫിറോസും ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള ഒരു യങ് ടീം കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഇത്തവണ ജയിച്ച് MLA-മാരായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിയാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കോഴിക്കോട്ടെ അടുത്ത തലമുറക്ക് രാഘവേട്ടനോടൊപ്പം ഇടത്തും വലത്തും നിന്ന് പൊരുതാൻ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. കോഴിക്കോട് ആഗ്രഹിക്കുന്ന വികസന വിപ്ലവം അതിവിടെ സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലൊരു ടീമാണ് വരാൻ പോകുന്നത്.